ഹായ് ഗായ്സ്, ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇന്ന് ഞാനും ദേവും ദൃശ്യം 3 കാണാൻ പോവാ. ആദ്യമായിട്ടാണ് ഞാനും ദേവും കൂടി മാത്രം ഒരു സിനിമയ്ക്ക് പോകുന്നത്. സോ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ബട്ട് ലേറ്റായി പോയി. 10 മണിക്കാണ് ഷോ. ഇപ്പോൾ 9:30 സമയം. എന്നിട്ട് ഞങ്ങളിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ആസ് യൂഷ്വൽ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ലിപ് ബാം ഇതെല്ലാം അപ്ലൈ ചെയ്തു. ഇനി കുറച്ച് ബ്ലഷ് ഇടാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലഷ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ വാരി തേക്കുന്നുണ്ട്. ദേവ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്നിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് ഇടയ്ക്കിടയ്ക്ക് വരണ്ട, ഇവിടെ ഇരുന്ന് ചെയ്തോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പൗഡർ മൊത്തം വാരി കണ്ണി തേച്ച് ആകെ കൊള്ളാക്കി. പിന്നെയും പോയി. ഇനി കുറച്ച് ഹൈലൈറ്ററും പിന്നെ ഐ ഷാഡോയ്ക്ക് വരെ ഞാൻ ആ ബ്ലഷ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പിന്നെ ഐബ്രോസ് അങ്ങനെ എഴുതാറില്ല, ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കും. പിന്നെ വേണ്ട സ്ഥലത്തൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഇനി ഐബ്രോസിൻ്റെ പെൻസിൽ വെച്ച് തന്നെ കണ്ണിൻ്റെ മുകളിലൊന്ന് എഴുതി സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇനി ഒന്ന് വാലിട്ടും കൂടെ കൊടുത്താൽ മതി. വാലിട്ട് എന്തായാലും കൊള്ളായിട്ടുണ്ട്. എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ തൂത്തിട്ട് പിന്നെയും എന്തൊക്കെയോ കാണിച്ച് അഡ്ജസ്റ്റ് ചെയ്തു, ഒരേപോലെ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ദേവ് എന്തൊക്കെയോ വരുന്ന എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ട്. ലിപ് ലൈനർ അപ്പുറത്തെ റൂമിലായതുകൊണ്ട് പോയി എടുക്കാനുള്ള മടി കാരണം ഞാനൊരു ഡാർക്ക് ലിപ്സ്റ്റിക്ക് തന്നെ യൂസ് ചെയ്ത് ലിപ് ലൈൻ ചെയ്ത് കൊടുത്തു. ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ചെയ്യണേ, സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയാണ്? ലിപ് ലൈൻ ചെയ്തു എന്നല്ലേ. ഇനി ഞാൻ എന്ന് യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കും ഇട്ടു. എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു. ഇനി ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം കേട്ടോ. അപ്പോഴേക്കും ദേവ് വന്നു. അവൾ കുറച്ച് ബ്ലഷൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഞങ്ങൾ രണ്ടുപേരും നല്ല ഉറക്കപ്പിച്ചിലാണ് ഗൈസ്. പിന്നെ സിനിമ കാണേണ്ടതുകൊണ്ട് മാത്രമായിട്ട് ഇത്ര രാവിലെ എനിക്ക് പോകണേ. അപ്പോഴേക്കും അവൾ കണ്ണൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. ക്യാമറയെ നോക്കിയിട്ട് കണ്ണൊക്കെ ഉരുട്ടി കാണിക്കുന്നുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടാട്ടോ അവൾ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നത്. അതുകൊണ്ട് വേഗം സബ്സ്ക്രൈബ് ചെയ്തോട്ടോ. അപ്പോൾ കണ്ണൊക്കെ എഴുതി കൊടുത്തു. ഇനി ലിപ്സ്റ്റിക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടു ഗൈസ്, ഞങ്ങൾക്ക് രണ്ടാൾക്കും നുണക്കുഴിയുണ്ട്. എനിക്ക് കുറച്ചേ ഉള്ളൂ, ദേവിനാണ് രണ്ട് സൈഡിലും ഉള്ളത്. പിന്നെ മുടിയൊക്കെ ചീവി കൊടുക്കുന്നുണ്ട്. ഞാൻ റെഡിയായി കഴിഞ്ഞു. അപ്പോഴേക്കും ഞാൻ പെർഫ്യൂമും അടിച്ചു, ദേവുവിനും പെർഫ്യൂം അടിച്ചു കൊടുത്തു. ആക്ച്വലി ദേവു അങ്ങനെ പെർഫ്യൂം യൂസ് ചെയ്യുന്ന ഒരാളല്ല. ബട്ട് അവൾക്കെന്തോ ഈ പെർഫ്യൂം ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആദ്യം ഈ കമ്മലിട്ടു, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ സ്റ്റഡ് ഇട്ടു കേട്ടോ. ഇനി മുടി ഒന്ന് കെട്ടി കൊടുക്കുക. എപ്പോഴും ഞാൻ മുടി അഴിച്ചിടുന്നത്. അതുകൊണ്ട് ഒരു വെറൈറ്റിക്ക് മുടി കെട്ടിയേക്കാമെന്ന് വിചാരിച്ച് കുറച്ച് മുടി ഫ്രണ്ടിലിട്ടിട്ട് ബാക്കി ഹെയർ എടുത്ത് കെട്ടിക്കൊടുക്കുക ചെയ്തേ. ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയപ്പോൾ ഞാൻ ഈ ഹെയർ സ്റ്റൈലൊക്കെ അഴിച്ച് മുടി അഴിച്ചിട്ടിട്ടാണ് പോയത്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്തൊക്കെയോ വഴക്കൊക്കെ ഉണ്ടാക്കി. അപ്പോൾ എന്നാൽ ഞങ്ങൾ സിനിമയ്ക്ക് പോയിട്ട് വരാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.